സീ ടു സ്കൈയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 500-ലധികം വൃക്ഷത്തൈകൾ നട്ട് അമേരിക്കയിൽ ഭൗമദിനം ആചരിച്ചു 24ൻ്റെ സീ ടു സ്കൈ ടീം. ന്യൂയോർക്കിൽ ബീച്ച് ശുചീകരണം നടത്തിയും മിഷിഗണിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പദ്ധതിയിൽ പങ്കുചേർന്നും വിദ്യാർത്ഥികൾ പ്രകൃതിയെ ചേർത്ത് പിടിച്ച ദിവസമായിരുന്നു ഇന്നലെ. തുടർച്ചയായി 3-ാം കൊല്ലമാണ് അമേരിക്കയിലും കാനഡയിലുമായി 12 നഗരങ്ങളിൽ 24 സീ ടു സ്കൈ ടീം ഭൗമദിനം ആചരിക്കുന്നത്. 24 USA ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. Thank you for inviting us to this beautiful event on Earth Day. Many people here participating, making. This also showed the relationship that we have with the community and the police department. We have about 800 to 900 trees that we're going to try to plant in the site. And എന്തായാലും വളരെ അഭിമാനമുള്ള കാര്യമാണ്. നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മൾ അമേരിക്കക്കാരുമായി ചേർന്നിട്ടാണ് നമ്മുടെ കുട്ടികൾ ഈ സീ ടു സ്കൈ എന്നുള്ള ടീം അവിടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയധികം മരങ്ങൾ അമേരിക്കയിൽ വളരുമ്പോൾ 24 ആണ് പ്രേക്ഷക മനസ്സിൽ വളരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മധു. സീ ടു സ്കൈ ഒക്കെ തകർത്ത് പൊളിക്കുകയാണെന്ന് മനസ്സിലായി. എന്തായാലും നമുക്ക് കാണുമ്പോൾ വലിയ അഭിമാനം തോന്നുകയാണ്. കാര്യം അമേരിക്കയിലെ നഗരനിരത്തുകളിലൊക്കെ തന്നെ നമ്മുടെ 24ൻ്റെ മൈക്കൊക്കെ പിടിച്ച് ആളുകൾ, പ്രത്യേകിച്ച് അവിടുത്തുള്ള പൗരന്മാരൊക്കെ തന്നെ ഇതിൽ അണിചേരുന്നു. സന്തോഷം. ഗുഡ് മോർണിംഗ് എസ് കെ. നമുക്ക് വളരെ സന്തോഷമാണ്. തന്നെയുമല്ല, ഈ വർഷം അമേരിക്കയിൽ നിന്നുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും നമ്മുടെ മലയാളി കുട്ടികളോടൊപ്പം ഈ സംരംഭത്തിൽ പങ്കുചേർന്നു. ഈ വർഷത്തെ ഭൗമദിനാഘോഷങ്ങൾ ഗംഭീരമാക്കിയിരിക്കുകയാണ്. 24ൻ്റെ സീ ടു സ്കൈ പ്രോഗ്രാമിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അമേരിക്കയിലും കാനഡയിലുമായി 200-ൽ പരം കുട്ടികളും 100-ൽ പരം വോളണ്ടിയേഴ്സുമായി ഏകദേശം 500-ൽ പരം വൃക്ഷത്തൈകൾ നടുന്നതിലാണ് ഇവർ ഒത്തുചേർന്നത്. ഇത് കൂടാതെ ഈ കുട്ടികൾ ബീച്ച് ശുചീകരണത്തിന്റെയും അതുപോലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പദ്ധതിയുടെയും ഒക്കെ ഭാഗമാകുകയുണ്ടായി. ന്യൂയോർക്ക് പാർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ 24ൻ്റെ ഈ സീ ടു സ്കൈ വിദ്യാർത്ഥികൾ വൃക്ഷത്തൈ നട്ടതിന് ശേഷം ഈ തൈകൾക്ക് ന്യൂയോർക്ക് പാർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടുകൂടി ചില പേരുകളൊക്കെ നൽകിയത് ഏറെ കൗതുകമുണർത്തി. മഹാത്മാഗാന്ധി, അതുപോലെ ജോർജ് വാഷിംഗ്ടൺ, അബ്ദുൽ കലാം, സാം പിട്രോഡ, മാർട്ടിൻ ലൂതർ കിങ്, കൽപ്പന ചൗള എന്നിവരുടെയൊക്കെ പേരിലായിരിക്കും ഈ മരങ്ങൾ വളരുക. ന്യൂയോർക്ക് പോലീസിലുള്ള ഓഫീസേഴ്സ് ഈ കുട്ടികൾക്ക് ആവേശം പകരാൻ എത്തിയിരുന്നു. തുടർന്ന് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഈ പ്രോജക്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തത് നമുക്ക് ലഭിച്ച ഒരു വലിയ അംഗീകാരമാണ്. തുടർച്ചയായ 3-ാം വർഷമാണ് അമേരിക്കയിലെ വിവിധ ഗവൺമെന്റ് ഏജൻസികൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, അതുപോലെ കലാ സാംസ്കാരിക സംഘടനകൾ എന്നിവരുടെയൊക്കെ സഹകരണത്തോടെ ഈ 24 ഭൗമദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ വോളണ്ടിയേഴ്സിനും ഒക്കെ നമ്മൾ സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. എസ് കെ, ദൃശ്യമാധ്യമ രംഗത്ത് 24ൻ്റെ 5 വർഷങ്ങൾക്ക് 24 USAയുടെ സമ്മാനമായി ഇന്ന് നട്ട 500 മരങ്ങൾ അമേരിക്കൻ മണ്ണിൽ വളരും. അതിലൊരു സർപ്രൈസ് ഉണ്ട്. കുട്ടികൾ ഒരു സർപ്രൈസ് അങ്ങേക്കായിട്ടും മാറ്റിവെച്ചിട്ടുണ്ട് എസ് കെ. അതിലൊന്ന്, അതിന്റെ അമരക്കാരൻ എസ് കെ അങ്ങയുടെ പേരിലുമായിരിക്കും ഒരു മരം വളരുക. റിട്ടയർ ചെയ്ത് എന്തെങ്കിലും ന്യൂയോർക്കിൽ എത്തുമ്പോൾ അങ്ങേക്കും ഉഷാ മാഡത്തിനും ഈ മരത്തണലിൽ ഇരുന്ന് പഴയ കൊട്ടാരക്കര കഥകൾ അയവർക്കാം. എവിടെയാണ് നട്ടിരിക്കുന്നത് കൂടി പറയണം. എന്നിട്ട് വേണം എനിക്ക് ആ മരം അവിടെ തന്നെ ഉണ്ടോ എന്നും പരിശോധിക്കാൻ. Managing Director of 24. And Srikanth sir. Not sharing താങ്ക് യു. എന്തായാലും കുട്ടികൾ നമുക്ക് വേണ്ടി ഒരു മരം നട്ടു. ഒരുപക്ഷെ മധു പറഞ്ഞതുപോലെ മധു കുറച്ചു കാലം കഴിയുമ്പോൾ ഈ മരം എവിടെയാണെന്ന് അറിയണം. എന്നാലേ നമുക്ക് വിശ്രമത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ മരം തേടി ഒരു അമേരിക്കൻ യാത്ര നടത്താൻ കഴിയൂ. പറയൂ മധു. എസ് കെ, ഇത് ന്യൂയോർക്ക് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്റ്റാറ്റൻ ഐലൻഡിലാണ്. ന്യൂയോർക്ക് പാർക്ക് അതോറിറ്റിയുടെ ഈ പാർക്കിലാണ് ഈ മരം. ആ മരം അവിടെ ഉണ്ടായിരിക്കും. എസ് കെ വരണം, ഈ മരം കാണുകയും വേണം. താങ്ക് യു മധു കൊട്ടാരക്ക്. എന്താ സീ ടു സ്കൈ വലിയൊരു പ്രോജക്റ്റാണ്. അമേരിക്കയുടെ വിവിധ നഗരങ്ങളിലും പ്രദേശങ്ങളിലും ഒക്കെ തന്നെ പ്രകൃതിയോട് അടുത്തുകൊണ്ട് മരങ്ങൾ നട്ട് പിടിപ്പിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. അമേരിക്കയിൽ ഉള്ള കുട്ടികൾ നമ്മുടെ കുട്ടികൾക്കൊപ്പം ചേർന്നു. നമ്മുടെ ടീം എന്തായാലും വലിയൊരു കാര്യമാണ് അമേരിക്കയിലും കാനഡയിലും ചെയ്തിരിക്കുന്നത്. 24ന് അഭിമാനിക്കാനുള്ള നിമിഷം എന്നതിനപ്പുറം പ്രകൃതിയോട് ഇണങ്ങുന്ന കാര്യത്തിൽ നമ്മൾ ഏറ്റവും മുന്നിലാണ് എന്ന് നമ്മൾ തെളിയിക്കുന്നു. അപ്പോൾ നൗഷാദ് ബഷീർ പറഞ്ഞ പ്രിയപ്പെട്ട SKN, ഒരുപാട് ഇറങ്ങിയാലേ പെണ്ണ് കിട്ടാത്തവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നൊരു മാർഗമാണ് ഈ AI പെൺകുട്ടികൾ എന്ന് പറയുന്നു. അപ്പോൾ അതിന് പറ്റത്തില്ല നൗഷാദ്. എത്ര ടെക്നോളജി വളർന്നാലും ഒരു ദാമ്പത്യത്തിലേക്ക് ഇത് കയറില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്.